ഡോക്ടർ, ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ലഹരി വിമുക്ത കേരളം സ്വപ്നം കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ലഹരി വിമുക്ത പ്രവർത്തനങ്ങളെ നമുക്ക് 3 ലെവലായിട്ട് അങ്ങോട്ട് തിരിക്കാം. പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലും ആ റിസ്ക് ഫാക്ടർ പോലും എത്താത്ത ജനതയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ജനറൽ പോപ്പുലേഷൻ. അവർക്ക് നമുക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാം, സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം, ലൈഫ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തി കൊടുക്കാം. അതുപോലെ അവര് എന്തെങ്കിലും മാനസിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പെട്ടെന്ന് തന്നെ ചികിത്സയിലേക്ക് കൊണ്ടുപോകാം. നല്ല സ്റ്റേബിൾ അല്ലാത്ത ഫാമിലിയെ കണ്ടെത്തി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാം. പിന്നെ ഗവൺമെന്റിന്റെ പോളിസികൾ തന്നെ നമുക്ക് മാറ്റം വരുത്തുവാനൊക്കെ സാധിക്കും. ഇങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഈ സൊസൈറ്റിയിലേക്ക് എൻട്രി ചെയ്യാതെ തന്നെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഈ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല് റിസ്ക് ഫാക്ടർ എൻട്രി ചെയ്തതിനു ശേഷം നമുക്ക് അവരെ രക്ഷിച്ചെടുക്കുക, ആ ജനതയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുടുംബത്തിലെ ഒരു കുട്ടി സബ്സ്റ്റൻസ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ, മറ്റുള്ള അംഗങ്ങളെ രക്ഷിച്ചെടുക്കുക. അതുപോലെ ക്ലാസ്സിൽ 1-2 കുട്ടികള് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ, ബാക്കിയുള്ള കുട്ടികളെ രക്ഷിച്ചെടുക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനെയറുകളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ആരൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ ചെറിയ രസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും, അവർക്ക് വേണ്ട ബോധവൽക്കരണങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ചിലപ്പോൾ അവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം തന്നെ കുട്ടികളിൽ ഉണ്ടായി എന്ന് വരാം. ചിലപ്പോൾ ചെറിയ തോതിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ മിക്കപ്പോഴും ഉപയോഗിക്കുന്നവരായിരിക്കാം. ഇവർ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. മരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികളും അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ചികിത്സാ രീതികളും ഇവർക്ക് ആവശ്യമായിട്ട് വരാം. അതുപോലെ തന്നെ ഇത് വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള പദ്ധതികളും കൂടെ നാം ആസൂത്രണം ചെയ്യണം. അതിന് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയും. തുടർച്ചയായ ഒരു ചികിത്സാ രീതി അതിനാവശ്യമായിട്ടുണ്ട്. ഇതെല്ലാം ഈ പദ്ധതികളെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലഹരി വിമുക്ത കേരളം സ്വപ്നം കാണാനായിട്ട് സാധിക്കും.